പിടിവാശി പിശാചുക്കളുണ്ട്. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന് പറഞ്ഞ് കിടക്കണവർക്ക് നിർബന്ധ ബുദ്ധിയാണ് അവർക്ക്. അവർ പിടിച്ച വഴിയിൽ തന്നെ പോകണം. ഒന്ന് വിട്ടുകൊടുക്കുന്നേ. ഭാര്യ പറയണതും കേൾക്ക്. അല്ലെങ്കിൽ മക്കളും ഭാര്യയും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞാലും ഞാൻ പറയണതനുസരിച്ച് പോകണമെന്ന് പറയണതിൽ അർത്ഥമില്ല. ചിലപ്പോൾ നമ്മുടെ മണ്ടത്തരമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകണത്. ചേട്ടാ, കടമെടുക്കല്ലേ, ഇനിയും കടമെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു. പോടി അവിടെ നിന്ന്. കടം തീർക്കാനായിട്ട് എനിക്കുള്ള മാർഗവും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ലോട്ടറി ടിക്കറ്റ് 3 എടുത്ത് പോക്കറ്റിലിട്ടേക്കണേ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. പിടിവാശിയും കൊണ്ട് പോകും, അവസാനം അവതാളത്തിലാവും. വീടും പോവും, നാടും പിന്നെ എന്നതാണ് കൂടും പോവും, എല്ലാം പോയി കഴിഞ്ഞാൽ അവസാനം പിന്നെ കിടന്ന് വട്ടം കറങ്ങി ചില രോഗവും കൂടെ പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കാനില്ലാത്ത അവസ്ഥ വരും. കർത്താവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പിടിവാശി പിശാചിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. കർത്താവെ, മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് അവരുടെ അഭിപ്രായം അനുസരിച്ചും കൂടി ചെയ്യാനുള്ള കൃപാവരം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. പിടിവാശിയിൽ നിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ എല്ലാ ബന്ധനത്തിൽ നിന്നും മോചനം കിട്ടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതി.